ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി, അതായത് ഇന്നലെ പാതിരാത്രി കുത്തിയിരുന്ന് കണ്ടു തീർത്തൊരു പടമുണ്ട്. അതും നെറ്റ്ഫ്ലിക്സിൽ റീസെൻ്റ്ലി റിലീസ് ആയത്. മൂവിയുടെ പേര് ദ മസ്തിഷ്ക മരണം. ആൻഡ് ഞാനൊരു പൊട്ടപ്പടാന്ന് കരുതി കണ്ടതാണ്. ബട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു പടം തന്നെയായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് ഓൾമോസ്റ്റ് അധികം ഞാൻ പണ്ട് ഇതേപോലൊരു മൂവി എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തായിരുന്നു. ലൈക്ക് ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ, കേരളത്തിലൊരു ഫ്യൂച്ചറിസ്റ്റിക് ടൈം ലൈനിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ. അതിനകത്ത് ഒരു ഏലിയൻ വരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമേൻ്റെ പേര് ഓർമ്മയില്ല. അതിനകത്ത് ഒരു ഏലിയൻ ഹ്യൂമൻ ബോഡിയായിട്ട് ഹ്യൂമൻ ബോഡിയിലൊരു ഏലിയൻ വരുന്നു. എൻ്റെ ഏലിയൻ സംസാരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഏലിയന് നമ്മുടെ ഒരു വേറൊരാളുടെ വോയിസ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നു. എൻ്റെ ഏലിയനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ബട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു മൂവി സത്യം പറഞ്ഞാൽ ഒരു എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ വെറുതെ കണ്ട് തീർത്തുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് സോ ഫൺ. ഒരു ഫൺ എലമെൻറ്റോ അല്ലെങ്കിൽ നമുക്കൊരു കണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു മൂവി എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു ലൈക്ക് ഫ്യൂച്ചറിസ്റ്റിക് സമയത്ത് നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇതേ സംഭവം തന്നെയായിരിക്കും. ബട്ട് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു ഗൈസ്. ഇത് ഞാൻ പറഞ്ഞത് മസ്തിഷ്ക മരണം എന്നൊരു മൂവി ഞാൻ ആദ്യം കണ്ടു. ലൈക്ക് കണ്ടു കഴിഞ്ഞ സമയത്ത് ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ്, അതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ചു ഒരു പോക്ക് പടമായിരിക്കുന്നു വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ബട്ട് ഞാൻ കണ്ട് വന്ന സമയത്ത് ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് നടക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ ഒരു കേസ് ഇതിലാണ് പോകുന്നത്. കൊലപാതകം, ഒരു ക്രൈം നടന്നു. ആ ക്രൈം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ്. ലൈക്ക് എന്താ പറയുക, ലൈക്ക് നമ്മുടെ മെമ്മറിയും നമ്മുടെ ഡ്രീംസും വളരെ നമുക്ക് കട്ടുകൊണ്ട് പോകുന്ന ഒരു ടൈം ലൈൻ, കട്ടൗട്ട് ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിൽ നമ്മൾ വേറൊരാളുടെ മെമ്മറി എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതിന് സമയത്ത് ഒരു ക്രൈം നടക്കുന്നു. അപ്പോൾ ആ ക്രൈമിൻ്റെ സാക്ഷിയായിട്ട് ഈ മെമ്മറി എക്സ്പീരിയൻസ് ചെയ്ത ആൾ സാക്ഷി, ഈ മെമ്മറിയുടെ ഒറിജിനൽ ഓണർ സാക്ഷി. അപ്പോൾ അങ്ങനെ പറ്റിയിട്ട് ഒരു മൂവിയാണ്. അതിനകത്ത് ഒരു മൂവി സ്റ്റാർ ഉണ്ട്. ആ മൂവി സ്റ്റാർ ചെയ്ത ക്രൈമിൻ്റെ ഒരു ഇതായിട്ട് ഒരു ഡിഫറെൻറ്റ് പ്ലോട്ടായിട്ടാണ് പോകുന്നത്. ബട്ട് നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ബട്ട് എൻ്റെ വരുന്ന സമയത്ത് വിഷയം എന്താ വെച്ചാൽ, ഇത് ശരിക്കും ഇങ്ങനൊരു സംഭവം നടക്കുന്നതാണോ, അത് ഇതെല്ലാം ഒരു ഗെയിമാണോ, അതല്ല ഇത്രയും കാലം ഇവനെ അനുഭവിച്ച സംഭവങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഗെയിം സ്റ്റോറി ഇവൻ എക്സ്പീരിയൻസ് ചെയ്താണോ, അതോ ഇവൻ എക്സ്പീരിയൻസ് ഇത്രയും മൂവിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇവൻ്റെ എക്സ്പീരിയൻസ് ഒരു ഗെയിമിൽ ഉണ്ടായിരുന്ന വേറൊരാളുടെ എക്സ്പീരിയൻസ് ആണോ ഇവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഗൈസ്. ലൈക്ക് ഇത് എനിക്ക് എൻ്റെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ കൺഫ്യൂഷൻ ആയത്. ലൈക്ക് മൂവി തുടങ്ങിയിട്ട് അവസാനം വരെ ഓൾമോസ്റ്റ് എനിക്ക് നോ പ്രോബ്ലം, എനിക്ക് എല്ലാം A to Z കാര്യം മനസ്സിലാക്കണം, വലിയ ഡൗട്ടും കാര്യമൊന്നുമില്ല. ബട്ട് എന്തിനോട്ട് അടുത്തെത്തുന്ന സമയത്ത് വാട്ട് ദ ഹെൽ, ഇവ ശരിക്കും ഗെയിം കളിക്കുന്നതാണോ, അത് ഇതെല്ലാം നടന്ന കാര്യമാണോ, അത് ഇതൊക്കെ ഒരു വിർച്വൽ റിയാലിറ്റി തോന്നലാണോ, അത് ജസ്റ്റ് ഇതിങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. അതായത് ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് എന്നൊരു സംഭവം ഇല്ല, ജസ്റ്റ് ഒരു ഗെയിം മാത്രമാണ്. ഫ്യൂച്ചറിൽ ഇത്രയും വലിയ ഡെവലപ്പായിട്ട് ഗെയിമിൽ ഒരു വിർച്വൽ വേൾഡ് മാത്രം കളിക്കുന്നതാണോ, അതോ നോർമലാണോ, ഒന്നും തിരിയില്ല. 2048 അങ്ങനെ എന്തോ സംതിങ് ഇയറിൽ നടക്കുന്ന കൊച്ചിയിലെ സംഭവമാണെന്ന്, ഐ തിങ്ക് കൊച്ചി ആ ഏരിയയിൽ നടക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു പടം ഗൈസ്. ആൻഡ് മസ്തിഷ്ക മരണം എന്നാണ് മൂവീൻ്റെ ഏകദേശം ടൈറ്റിൽ നെയിം. സൈമൺസ് ഫ്രാങ്കൻസ്റ്റീൻ മെമ്മറീസ് എന്തൊരു സംഭവം, മസ്തിഷ്ക മരണം. ലൈക്ക് ഇത് മൂവീൻ്റെ സോങ്സ് എല്ലാം അറിയുമ്പോൾ കുറച്ച് വിവാദമായിരുന്നു എന്ന് തോന്നുന്നു. എനിവേ ഐ ഡോണ്ട് നോ. ബട്ട് ദ മൂവി വാസ് ഗുഡ് ഗൈസ്. വലിയ ബോറ് പടമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം ഒരു നല്ലൊരു തീമുള്ളൊരു പടം. തീം മീൻസ് ഇൻ ദ സെൻസ് ലൈക്ക് നമുക്ക് ഓരോരുത്തർ ഓരോ ടേസ്റ്റാണ്. എനിക്ക് കണ്ടപ്പോൾ ലൈക്ക് ഇതുവരെ കണ്ട ഫ്യൂച്ചറിസ്റ്റിക് മൂവീസ് ഞാൻ കണ്ടത് ഒരു മലയാളം മൂവി മാത്രമാണ്. അതിനുശേഷമാണ് ഈ മൂവിയാണ് ഞാൻ അതേ ഈ മൂവി ജഡ്ജ് ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഈ മൂവിയാണ്. മറ്റേ മൂവിൻ്റെ പേര് ഞാൻ മറന്നു, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ബട്ട് എനിവേ ഗൈസ്, മസ്തിഷ്കം പറഞ്ഞ മൂവീസ് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. ലൈക്ക് ഞാൻ ലിറ്റററി ഒരു പ്രാവശ്യം കണ്ടു ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ കുറച്ചാകുന്നുണ്ട്. ലൈക്ക് ഇത് എൻഡ് എന്ന സമയത്ത് എൻഡിങ്ങിൻ്റെ ഒരൊറ്റൊരു ഡയലോഗുണ്ട്. ആ ഡയലോഗിലാണ് മൊത്തം എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയത്. അതിന് ശേഷം ഇത് കാണിക്കുന്നില്ല, മൂവി എൻഡും ചെയ്തു. സോ അത്രയൊക്കെ ഉള്ളു ഗൈസ് എനിക്ക് ഈ മൂവിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ലൈക്ക് 2-2.5 മണിക്കൂർ ടൈം ഉണ്ട്, 2-2.5 മണിക്കൂർ ഡ്യൂറേഷനുള്ളൊരു മൂവിയാണ്. ഞാൻ ഇത് കണ്ടു തീർന്നപ്പോൾ തന്നെ ഏകദേശം പാതിരാത്രിയായി. ലൈക്ക് ഞാൻ ലേറ്റായിട്ടാണ് കാണാൻ തുടങ്ങിയത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 1.5 സമയമായി. ആൻഡ് അത് കണ്ടതിൻ്റെ കടന്നുറങ്ങേണ്ടാന്ന് തോന്നുന്നു. ഞാനൊരു ഡ്രീം വരെ കണ്ടുപോയി. ലൈക്ക് ലിറ്ററലി ഞാൻ ഇന്ന് വാഴ സിനിമ കാണാം, അല്ല ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ വാഴ 2 കാണാൻ വേണ്ടി പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ലൈക്ക് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഓൾറെഡി സെറ്റ് ആയതാണ്.
ആൻഡ് വാഴ 2 കാണാൻ പോയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഡ്രീമിൽ കണ്ടത് വാഴ 2വിൻ്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, കോളേജ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. ലൈക്ക് ഞാനിങ്ങനെ ഇരിക്കുന്നു ആൻഡ് അതിനകത്തൊരു സീൻ നടക്കുന്നു. സീനിൻ്റെ ഇടയ്ക്ക് ഞാൻ കറക്റ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ പോകുന്നു. ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നായിക സത്യം പറഞ്ഞാൽ ബ്രേക്കപ്പ് ആയി തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഷെയ്ക്കാൻ ചെന്ന് എൻ്റെ അങ്ങോട്ട് പോകുന്നത്. ലൈക്ക് എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ലൈക്ക് പിന്നെ എൻ്റെ പഴയ കോളേജിലത്തെ റോഡുണ്ട്, ആ റോഡിൽ കൂടെ ഞാൻ ഇവരെല്ലാം ട്രാവൽ ചെയ്യുന്നു, കുറേ ആൾക്കാരെല്ലാം ട്രാവൽ ചെയ്യുന്നു. ആൻഡ് പേര് ചോദിക്കുന്നു, മനസ്സിലാകുന്നത് ലൈക്ക് ഒരു കണക്ഷൻ. ഒക്കെ നമുക്കൊരു മൂവി കാണുന്നതിൽ മൂവി സീനിൽ നമ്മൾ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയുന്ന പോലെ ലൈക്ക് അങ്ങനെ ഫസ്റ്റ് ലവ് അല്ല, എനിവേ ലൈക്ക് ഒരു ക്രഷ് അടിക്കുന്നു, അങ്ങനെ പോകുന്നു. ആൻഡ് നമ്മൾ കഥ തുടങ്ങുന്ന മുമ്പ് തന്നെ ഞാൻ എണീറ്റ് പോയി ഗൈസ്. ബട്ട് ഞാൻ എണീറ്റവിടെ എനിക്ക് ആ ലൈക്ക് സം അൺനോൺ പീപ്പിൾ ഗൈസ്, നമുക്ക് മെമ്മറി ഞാൻ ഇതുവരെ കാണാത്ത ആൾക്കാർ ആയിരിക്കും. ആൻഡ് മെയിനായിട്ട് വാഴ 2 സെറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദം ആർ ഫെമിലിയർ ഫേസസ്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഡിഗ്രി കഴിഞ്ഞോട്ട് ഇവിടെയാണ് പഠിക്കുന്നത്, ഇവൻ ഇവിടെയാണ് പഠിക്കുന്നത്. ലൈക്ക് ഒരു അൺനോൺ ഫേസാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, കണക്ട് ചെയ്യുന്നതും. ആൻഡ് പിന്നെ ഇങ്ങനെ പേര് വയ്ക്കുന്നത് ഡിഫറെൻറ്റ് യുണീക്ക് നെയിം ആൻഡ് ഇൻസ്റ്റാ ഐ ഡി ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. ലൈക്ക് തിരിച്ച് ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പോൾ എനിക്ക് പേരടക്കം ഓർമ്മയുണ്ട്. ലൈക്ക് ലിറ്ററലി ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പെൺകുട്ടീൻ്റെ പേരടക്കം ഓർമ്മയുണ്ട്. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നു, നമുക്ക് കിട്ടാത്തൊരു പേരാണ്. എനിവേ അതിൻ്റെ ഒരു ഡ്രീം ഭാഗമായിട്ട് അങ്ങ് പോയതാണ്. ഓരോ പടങ്ങളും ഓരോ ഡ്രീമേ. സംഭവം മസ്തിഷ്ക മരണം എന്നൊരു മൂവിയിൽ ഈ സംഭവം ഒന്നും ഇല്ല. ബട്ട് ഈ മൂവി കണ്ടിട്ട് ഞാൻ കടന്നു തുടങ്ങിയപ്പോൾ ഈ സ്വപ്നം കൂടി കണ്ടു, എന്താണെന്ന് എനിക്കറിയാം. എനിവേ അതൊക്കെ ഡ്രീംസ് ആർ ഡ്രീംസ് ഗൈസ്. നമ്മളിപ്പോൾ എന്താ പറഞ്ഞിരുന്നത്, മസ്തിഷ്ക മരണത്തെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. ട്രൈ ടു വാച്ച് ഇറ്റ് ഗൈസ്. ഞാനും കണ്ടു, എനിക്ക് വലിയ മോശം അഭിപ്രായമൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്. ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് നടക്കുന്ന ഒരു സംഭവം ഇതുവരെ കണ്ട ഞാൻ മലയാളത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് സംഭവം കണ്ടത് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു മൂവിയാണ് ഗൈസ്. ട്രൈ ടു വാച്ച് ഇറ്റ്. അത്രയ്ക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ഗൈസ്, ബൈ.